നമസ്കാരം. ഞാൻ സനൽ സഹ്യാദ്രി, എറണാകുളം ജില്ലയിലെ BJPയുടെ എറണാകുളം ഈസ്റ്റ് ജില്ലയിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിൽപ്പെട്ട പിണ്ടിവന പഞ്ചായത്ത്, പിണ്ടിവന ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഇവിടെ എന്നെ ഈ മത്സരത്തിൽ പിന്തുണച്ച എൻ്റെ സഹപ്രവർത്തകർ, പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP സമീപിച്ച ചില നിലപാടുകളിൽ ഞങ്ങൾക്കുണ്ടായ തൃപ്തികേടിനെ കുറിച്ച് ഒരു പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിൽ നിന്നും മണ്ഡലത്തിൽ നിന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം വാർഡുകളും കവർ ചെയ്ത് സ്ഥാനാർത്ഥികളെ നിർബന്ധിച്ചും ഒക്കെ കണ്ടെത്തി ആണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. ജില്ലയിൽ നിന്നൊക്കെ ഉള്ള പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളെയും നേരിട്ട് കണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങളോ വേണ്ട വിധ പിന്തുണയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഓരോ വാർഡുകളിലേക്കും നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് വരെ ലഭിച്ചിരിക്കുന്നത് 10,000 രൂപയുടെ ഫണ്ട് മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഫണ്ടും കൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഒരു ഫ്ലെക്സ് അടിക്കാൻ 700 രൂപയാണ് ചിലവ്. മറ്റുള്ള സ്ഥാനാർത്ഥിമാർ കുറഞ്ഞത് 20-25 ഫ്ലെക്സ് വയ്ക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിമാർക്ക് ഫ്ലെക്സ് വയ്ക്കണം, അഭ്യർത്ഥന അടിക്കണം, പോസ്റ്റർ പ്രിൻ്റ് ചെയ്യണം. ഇതിനെല്ലാം കൂടി ഈ തുക ചിലവാക്കാൻ സാധിക്കില്ല. പിന്നെ പല സ്ഥാനാർത്ഥികളും കൂലിപ്പണി ചെയ്തിട്ട് ജീവിക്കുന്ന സ്ഥാനാർത്ഥിമാരാണ്. അവരെ ഇപ്പോൾ വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരെ ഭർത്താവ് കൂടി ഈ ഇലക്ഷൻ വർക്കിന് വേണ്ടി പൂർണ്ണമായിട്ട് സഹകരിച്ചതുകൊണ്ടാണ് ഈ ഇലക്ഷൻ വർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. പലരും ഈ 1.5 മാസമൊക്കെ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും നന്നായിട്ടൊരു ഇപ്പോൾ പഞ്ചായത്ത് തന്നെയാണെങ്കിലും ബ്ലോക്കിലേക്കാണെങ്കിലും റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ ഇലക്ഷനുകളെ അപേക്ഷിച്ച് ഉള്ള പിന്തുണ ഈ ഇലക്ഷനിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. ഞാനൊക്കെ ഈ നിരവധി ഇലക്ഷനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതായത് ചെറുപ്പം മുതൽ BJP അനുഭവമായിട്ട് എൻ്റെ ഒരു 10-11 വയസ്സിൽ BJPയുടെ കൊടി പിടിച്ച് എൻ്റെ മുത്തച്ഛനോടൊപ്പം BJPയുടെ കൊടി പിടിച്ച് എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതായത് ശ്രീ വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതി പങ്കെടുത്ത എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ആണ് BJPയുടെ കൊടി ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്നത്. പിന്നെ 2-3 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബൂത്ത് പ്രസിഡന്റ് അങ്ങനെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഞാൻ മുൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ പിണ്ടിവന പഞ്ചായത്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നിട്ടുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേതൃത്വപരമായിട്ട് മണ്ഡലത്തിൽ നിന്നും അതായത് ജില്ലയിൽ നിന്നൊക്കെ ഒരു അന്വേഷണമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം പല വാർഡുകളിലും നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു, അവരെന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. അതായത് പഞ്ചായത്ത് സമിതിയാണ് ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഓടിയടന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നിർബന്ധിച്ച് ആണ് പലരെയും നിർത്തിയിട്ടുള്ളത്. പലരും കൂലിപ്പണി ചെയ്ത് നടക്കുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി, സ്ത്രീകൾ ഓരോ ജോലിയായിട്ട് പോകണം, കടകളിൽ പോകണം, അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവരെ വഴിയാതരാക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10,000 രൂപ അത് പല ഘട്ടത്തിലാണ് കിട്ടിയത്. ആദ്യം ഒരു 3,000 രൂപ കിട്ടി, പിന്നെ 2,000, അവസാനം തെരഞ്ഞെടുപ്പിന് ഒരു തൊട്ട് മുമ്പാണ് ഒരു 5,000 രൂപ കിട്ടിയത്. അപ്പോൾ ആ 5,000 രൂപ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പല വാർഡുകളിലും പല സ്ഥാനാർത്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൂടെ നടക്കുന്നവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കാനൊക്കെ
ചിലവഴിക്കാറുണ്ട്. എന്നെ ബ്ലോക്ക് ഡിവിഷനിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ ഇനി 3 പഞ്ചായത്തിൻ്റെ വാർഡുകളാണ്. അത് ഒരു പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി എന്നോട് നേരിട്ട് പറഞ്ഞാണ്, ചേട്ടാ ഈ പൈസ എനിക്ക് നേരിട്ട് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് പോസ്റ്ററെങ്കിലും അടിക്കാമായിരുന്നു, ഇപ്പം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു പോസ്റ്റർ അടിച്ച്, കാരണം അവനും നന്നായിട്ട് മത്സരം കാഴ്ചവെക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിന്തകളും ആൾക്കാർ മനസ്സിലുണ്ടായിട്ടുണ്ട്. പിന്നെ നേതാക്കന്മാരുടെ പിന്തുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളം ഒറ്റ ജില്ലയായിരുന്നപ്പോൾ ഇതിവിടെ ജില്ലാ പ്രസിഡന്റോ ഒക്കെ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഇത് കടന്നു പോകായിരുന്നു. ഇതിപ്പോൾ ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റോ അങ്ങനെ ബന്ധപ്പെട്ടവരോ ഈ ഭാഗത്തുകൂടെ തെരഞ്ഞെടുപ്പിൻ്റെ അന്നല്ലാതെ ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവർ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി ഫോട്ടോ എടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വന്നു മിക്ക ബൂത്തുകളിലും വന്ന് ഫോട്ടോ എടുത്തു, അത് പോസ്റ്റ് ചെയ്തിരുന്നു, പോകുന്നു. അല്ലാതെ ഈ സ്ഥാനാർത്ഥിമാരെ ഇപ്പം ഞാൻ ഇവിടെ നേതൃത്വത്തിൽ ഇരുന്ന ആളായതുകൊണ്ട് നമുക്ക് ഒരു പിന്തുണയ്ക്കാതെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ വാർഡുകളിലും കയറിയത്. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മണ്ഡലത്തിൽ നിന്നോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥിത്വം വന്ന് എൻ്റെ കയ്യിൽ നിന്നുള്ള കാശ് മുടക്കിയാണ് ഞാനിവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. എനിക്കാകെ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കെട്ടിവെക്കാനുള്ള 4000 രൂപ, പിന്നെ ഒരു മൊത്തം 10000 രൂപ. ഒരു ബ്ലോക്കിലേക്ക് 9 വാർഡിലേക്ക് ചിലവഴിക്കേണ്ട തുകയാണ് ഈ 10000 രൂപ. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 10-10000 രൂപ മുകളിൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഈ ഓട്ടോ ഓടിച്ച വരുമാനം കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിട്ടത്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു. അങ്ങനെയൊക്കെയാണ് ആദ്യം കുറച്ച് കെട്ടിവെക്കാനുള്ള പൈസയും മറ്റ് ചെറിയ ചിലവുകളൊക്കെ നടത്തിയത്. ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ വണ്ടി ഓടിക്കാതെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ എല്ലാവരും പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകരൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതായത് നമ്മുടെ പാർട്ടിയുടെ ഇപ്പോൾ ഇത്രയും വളർച്ച ഉണ്ടായപ്പോൾ പാർട്ടിയിലേക്ക് വരാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് നിലവിൽ നേതാക്കന്മാരെ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പല ഭാഗത്തും ചെന്നിട്ട് പോലുമില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം വനിതാ സ്ഥാനാർത്ഥിയായിരുന്നിട്ട് കൂടി എല്ലായിടത്തും വാഹനത്തിലെങ്കിലും ചെന്നു, പോസ്റ്ററുകൾ എല്ലായിടത്തും കൃത്യമായിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയോ പോസ്റ്ററുകളോ എവിടെ എത്തിപ്പെട്ടിട്ടുമില്ല. അദ്ദേഹം പല സ്ഥലങ്ങളും വന്നിട്ട് ഫോട്ടോ എടുത്ത് ഓരോ ജംഗ്ഷനിൽ പോസ്റ്റ് ചെയ്യല്ലാതെ അതാത് വാർഡിലെ സ്ഥാനാർത്ഥിയെ കാണുമോ ഒന്നും ചെയ്തിട്ടില്ല. അത് ചുമ്മാ ഒരു പ്രഹസനത്തിന് വേണ്ടി നിന്ന പോലെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പോസ്റ്റ്. പിന്നെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇവിടെ തുടർന്നും ഈ പ്രവർത്തകർ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടരും. കാരണം ഇത്രയും നാളും ഇവരൊന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. മുകളിൽ നിന്ന് എന്നത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചല്ല അവർ പ്രവർത്തിച്ചു. പിന്നെ നിങ്ങൾ ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥി വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാതെ നിങ്ങൾ സ്വയം ചിന്തിക്കണം. നിങ്ങൾ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കുക, നിങ്ങൾ സ്വന്തം വാർഡിൽ നിന്നാൽ നിങ്ങൾ 100 വോട്ടെങ്കിലും പിടിക്കാൻ കഴിവുള്ള വ്യക്തികളാണോ എന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ നേതാക്കന്മാരായിട്ട് നടക്കുക. അല്ലാതെ കാറിൽ കയറി നടന്ന് അതിവിടെ എന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് നേതൃത്വത്തോട് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ ദുഃഖപരമായ ഒരു പ്രവർത്തനമായിട്ടാണ് പാർട്ടി നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് മൊത്തത്തിൽ ഇവിടെ കോതമംഗലം ഭാഗത്ത് പലരോടും സംസാരിക്കുമ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവർക്കും ഒരു സന്തോഷകരമായ പ്രവർത്തനമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് മൊത്തത്തിലൊരു പ്രതിഫലനമുണ്ട്. കാരണം എല്ലാവരും നമ്മുടെ പാർട്ടി വിജയിക്കണം എന്ന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, കാരണം പണം ഒഴുക്കാൻ വേണ്ടിയോ അങ്ങനെ പണം നൽകാൻ വേണ്ടിയോ എല്ലാവരും അവരവരുടെ കയ്യിൽ നിന്നുള്ള കാശ് മുടക്കിയാണ് വാർഡുകളിൽ പ്രവർത്തിച്ചത്. ഇപ്പം എന്നോട് എനിക്ക് മത്സരിക്കാൻ വേണ്ടി അപ്പം ഞാൻ 10000 രൂപ ആണ് അവസാനമായപ്പോഴേക്കാണ് ഒരു 5 രൂപ കിട്ടിയത്. അതൊരു 5000 രൂപ 3000 രൂപയാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഫണ്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
ബ്ലോക്ക് സ്ഥാനാർത്ഥിയുടെയൊക്കെ ഫണ്ട് മണ്ഡലത്തിൽ നിന്നാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ചിലവുകൾ മൊത്തം മണ്ഡലത്തിൽ നിന്ന് വഹിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അപ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്നോട് ഇങ്ങനെ ഫണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ കൂപ്പൺ തരാം, നീ പോയി പിരിച്ചോളാനാണ് പറയുന്നത്. കാരണം നമ്മൾ പിരിവായിട്ട് കിടക്കേണ്ടത് ഈ വാർഡുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ പിരിക്കേണ്ട ആളുകളുടെ അടുത്തേക്ക് തന്നെയൊക്കെ. വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ കാശ് അവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ട് ഓടുമ്പോൾ നമ്മൾ പോയി പിരിക്കുന്നത് ശരിയാണോ? പിന്നെ ഒരു കാര്യമുള്ളത്, പല ജില്ലാ നേതാക്കന്മാരും പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ രൂപ പിരിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വാർഡുകളിലേക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, പഞ്ചായത്തിലേക്കും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, പെടുന്നതും. ഇതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി വാർഡുകളിലെ സ്ഥാനാർത്ഥിയും മറ്റുള്ളവരും നെട്ടോട്ടോടുമ്പോഴാണ് നിങ്ങൾ കൂപ്പൺ വെച്ച് ഇപ്പോൾ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ പിരിച്ചിട്ട് പോയിട്ടുള്ളത്. 10,000, 20,000 ലക്ഷങ്ങൾ രൂപയൊക്കെ പിന്നെ പഞ്ചായത്ത് തലങ്ങളിൽ നിന്നൊക്കെ പിരിച്ചിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പി നമസ്തേ.